at premium. Issue of shares at premium. സോ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത്? അതായത് പാർ വാല്യൂവിന്റെ പുറത്തൊരു പ്രീമിയം നമ്മൾ പേ ചെയ്യണം. 10 രൂപയുടെ ഷെയർ ചിലപ്പോൾ 15 രൂപയ്ക്കായിരിക്കും കൊടുക്കുക. 5 രൂപ നമ്മൾ പ്രീമിയം ഈടാക്കണം. അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അതായത് പാറിൽ ഇഷ്യൂ ചെയ്യുന്ന അതേ എൻട്രീസ് തന്നെയാണ് വരിക. പക്ഷേ എവിടെയാണോ പ്രീമിയം വാങ്ങുന്നത്, അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളിലോ എവിടെയാണോ പ്രീമിയം വാങ്ങുന്നത്, അവിടെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം എന്ന് വരും. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ സെക്യൂരിറ്റി പ്രീമിയം. അതായത് ഷെയർ ക്യാപിറ്റലിലേക്ക് ഏതേ പോകാൻ പറ്റുള്ളൂ? നോമിനൽ വാല്യൂ, ആക്ച്വൽ വാല്യൂ പോകാൻ പറ്റുള്ളൂ. ആക്ച്വൽ വാല്യൂ ഒരു ഷെയറിൻ്റെത് 10 രൂപയാണ്. 5 രൂപ എന്താണ്? പ്രീമിയമാണ്. അങ്ങനെ 15 രൂപ നമ്മൾ കളക്ട് ചെയ്തു. ഓക്കെ, ഈ എൻട്രി ആണ് പ്രീമിയം വരുന്ന സമയത്ത് വരേണ്ടത്. ഓക്കെ, അത് ഏത് പൊസിഷനിലാണോ വരുന്നത് അത് ആ പൊസിഷനിൽ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് മറ്റേതിന്റെ പ്രോബ്ലം ഒന്ന് ചെയ്യാം. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലം, പ്രീമിയത്തിന്റെ മാത്രമല്ല മൊത്തത്തിൽ വരുന്നത് ഫുൾ ഫ്ലെഡ്ജ് പ്രോബ്ലം. കാരണം ഇത് ഒറ്റ എൻട്രി ഉള്ളൂ. പ്രീമിയം വരുമ്പോൾ എവിടെയാണോ പ്രീമിയം വരുന്നത് ആ പ്രീമിയം ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സെയിം മറ്റേ പ്രോബ്ലം തന്നെയാണ്. അതായത് പൂജ ലിമിറ്റഡ് ഇൻവൈറ്റഡ് എന്താ പുതിയ ലേശങ്ങൾ? ഒന്നുമില്ല. സോണ അവധിയാ? ലീവാണ് ഇത്ര. മറ്റേ ക്ലാസ്സിന് വരുന്നു. ഉച്ചയുടെ ശേഷമല്ല, ടാക്സിന്. ഒന്ന് എഴുതിക്കോളൂ, ബുക്ക് എടുക്കുക പെട്ടെന്ന്. ഓക്കെ, ഇനി നല്ല രസമായിരിക്കും. പൂജ ലിമിറ്റഡ് ഇൻവൈറ്റഡ് application for 80,000 shares of 10 each at a premium of 2.5 rupees per share. At a premium of 2.5 rupees per share. 2.5 rupees per share. Payable as rupees 3 on application. Rupees 2 plus 2.5 on allotment. അതായത് 2.5 രൂപ പ്രീമിയവും 2 രൂപ അലോട്ട്മെന്റിന്റെയും. അത് ഓൺ അലോട്ട്മെന്റ്. Rupees 2 plus 2.5 on allotment. അതായത് 4.5 രൂപ. Rupees 2 on first call. Rupees 2 on first call. Rupees 3 on second call. Rupees 3 on second call. Rupees 3 on second call. Applications were received for 1,70,000 shares. Applications were received for 1,70,000 shares. Machine കഴിഞ്ഞു സുഖല്ല. 170. Out of which 10,000 shares were rejected. 10,000 shares
were rejected and their funds were refunded. And their funds were refunded. And their funds were refunded. The allotment was made through pro rata. The allotment were made through pro rata. The allotment were made through pro rata. Okay. Anil, who holds 2,000 shares. Anil, who holds 2,000 shares, failed to pay allotment money and first call money. And first call money. His shares were forfeited. His shares were forfeited. His shares were forfeited. Sunil, holder of 1,200 shares, holder of 1,200 shares, failed to pay first call and final call. Failed to pay first call and final call. His shares were forfeited. His shares were forfeited. Of the forfeited shares, 2,400 shares were reissued at ₹8. 2,400 shares were reissued for ₹8. ₹8. The forfeited shares include the entire shares of Anil. The forfeited shares include the entire shares of Anil. Prepare necessary journal entries. Prepare necessary journal entries. Prepare necessary journal entries. Okay. Prepare necessary journal entries. So, എന്താ അവിടെ നടക്കുന്നത്? അതായത് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി മുന്നോട്ട് വെക്കുന്ന ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത് 80,000 ഷെയർസിനാണ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 പ്ലസ് ₹2.5 ആസ് സെക്യൂരിറ്റി പ്രീമിയം. എന്താണ്ട് ബുക്കോ ഇതാട്ടോ. ഓക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എന്താ സംഭവിക്കുന്നത്? 1,70,000 പേര് ഈ ഇഷ്യൂക്ക് വേണ്ടി അപ്ലൈ ചെയ്യാണ്. ദാറ്റ് സിംപ്ലി മീൻസ് ഈ 1,70,000 പേരും അപ്ലിക്കേഷൻ മണി തന്നിട്ടുണ്ട്. ഓക്കെ. ഈ 1,70,000 പേരില് 160 ആൾക്കാരെ മാത്രമേ കമ്പനി നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ 170 10,000 പേരെ എന്ത് ചെയ്യുന്നുണ്ട്? റീഫണ്ട് മണി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 160,000 ആൾക്കാർക്ക് അര ഷെയർ വീതം 80,000 ഷെയർ ആക്കി കൊടുക്കുകയാണ്. അപ്പൊ എന്താ ഇവിടെ എത്ര കൊടുക്കുന്നുള്ളൂ? 80,000 തന്നെ കൊടുക്കുന്നുള്ളൂ. ടോട്ടല് എന്താവും? ഒരാൾക്ക് അര ഷെയർ, 160 അര നോക്കുമ്പോ 80,000 ഷെയർ ആണ് കൊടുക്കുന്നത്. 80,000 ഷെയർ ഓഫ് 10 ഈച്ച് പ്ലസ് 2.5 ആസ് സെക്യൂരിറ്റി പ്രീമിയം. ഇതാണ് കൊടുക്കുന്നത്. ഇനി ഇതിൽ പറയുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാല് ഇതില് ആക്ച്വലി 3 പേരുണ്ട് ആക്ച്വലി. ഒന്ന് അതേഴ്സ്, അതായത് മറ്റേ എല്ലാ വ്യക്തികളും. പിന്നെ അനിൽ വരുന്നുണ്ട്. സുനിൽ വരുന്നുണ്ട് ആൻഡ് ടോട്ടൽ. ഓക്കെ. ഈ അതേഴ്സ് എന്താ? അനിലിന്റെ കയ്യിൽ എത്ര ഷെയർ ഉള്ള?
അനിലിന്റെ കയ്യിൽ 2000 ഷെയർ ആണുള്ളത്. സുനിലിന്റെ കയ്യിലോ 1200. 1200 ഷെയർ ആണ് സുനിലിന്റെ കയ്യിലുള്ളത്. അതായത് 3200 ഷെയറുകൾ ഈ രണ്ട് വ്യക്തികളുടെ കയ്യിലാണ്. അതിനർത്ഥം ബാക്കിയുള്ളവരുടെ കയ്യിൽ 76,800 ഷെയർ ആയിരിക്കും അല്ലേ? നൗ അപ്ലിക്കേഷൻ മണി 2 റുപ്യാണ് സ്വീകരിക്കുന്നത്. അലോട്ട്മെന്റ് മണി എത്രയാ? അലോട്ട്മെന്റ് 4.5 രൂപയാണ്. എങ്ങനെയാ വന്നത്? 2 + 2.5 ആണ് അല്ലേ? മൂന്നാണോ? എന്നാ ഇവിടെയൊക്കെ 3 ഇവിടെയൊക്കെ 3 കേട്ടോ. ഓക്കെ, 3. ദെൻ ഫസ്റ്റ് കോളിന്റെ മണി എത്രയാ? ഫസ്റ്റ് കോള് 2 രൂപയും ഫൈനൽ കോള് 3 രൂപയുമാണ്. ക്ലിയർ ആണോ? ഞാൻ എന്താ സംഭവിക്കുന്നത്? അപ്ലിക്കേഷന്റെ മണി നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു എങ്ങനെയാ വരുന്നത്. അപ്ലിക്കേഷൻ മണിയില് നമ്മൾ എത്ര സ്വീകരിക്കുന്നത്? അപ്ലിക്കേഷൻ മണി ഈ അതേഴ്സ് തരുന്നില്ലേ? അതേഴ്സ് തരുന്നുണ്ട്. എത്ര രൂപ വെച്ചിട്ടാ? 3 രൂപ. പക്ഷെ തരുന്നത് 1,60,000 ഷെയർസിനാണ് അപ്ലിക്കേഷൻ മണി വരുന്നത്. സംഭവം എന്താ? നമ്മുടെ കോളേജിൽ 80,000 സീറ്റ് ഉണ്ട്. കുറെ കുട്ടികൾ അപ്ലൈ ചെയ്തു. 170 കുട്ടികൾ അപ്ലൈ ചെയ്തു. 170 ആൾക്കാരും അപ്ലിക്കേഷൻ തരുന്നതിന്റെ ഒപ്പം ഈ പൈസ വന്നിട്ടുണ്ടാവില്ലേ? ഇതിൽ 10,000 ആൾക്കാർ നമ്മൾ പിരിച്ചുവിടണ്ടേ? ബാക്കി 160-ന് അര സീറ്റ് വെച്ചിട്ട് കൊടുക്കണ്ടേ? അപ്പോ ഈ ഫണ്ട് എക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവര് മൊത്തത്തില് അപ്ലിക്കേഷൻ നോക്കുമ്പോ 170,000 × 3 കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് 10,000 പേരെ പിരിച്ചുവിടണം. ഇതാണല്ലോ അപ്ലിക്കേഷന്റെ കഥ. അലോട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അലോട്ട്മെന്റ് ആരൊക്കെ തരുന്നുണ്ട്? അതേഴ്സ് തരുന്നുണ്ട് 4.5. അനിൽ തരുന്നുണ്ടോ? അനിലാണോ ഡിഫോൾട്ട് ചെയ്തത്? അനിലാണോ സുനിലാണോ ഡിഫോൾട്ട് ചെയ്തത്? അപ്പൊ അനില് അരിയറിലാണ്. അനില് പൈസ തന്നിട്ടില്ല. സുനില് തന്നിട്ടുണ്ട്. സുനില് പൈസ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളിലോ? ഫസ്റ്റ് കോളിൽ അതേഴ്സ് തന്നിട്ടുണ്ട്. അനില് വീണ്ടും അരിയറിലാണ്. ഓക്കെ, എമൗണ്ട് 2 രൂപ. അരിയറാണ്. സുനിലും അരിയറാണ്. മൂന്നാമത്തെ ഫൈനൽ കോള് വരുമ്പോ 3 രൂപ ഇവര് തരുന്നുണ്ട്. ഇയാള് 3 രൂപ തരുന്നുണ്ട്. അയാൾ ആ 2 മിസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇയാൾ അരിയറിലാണ് അല്ലെ? നൗ ഇതാണ് നിങ്ങള് ജേണലിലേക്ക് ആക്കേണ്ടത്. അപ്പോ അപ്ലിക്കേഷൻ മണിയുടെ ജേണൽ എന്താ വരിക? അപ്ലിക്കേഷൻ മണിയുടെ സുഖാണല്ലേ? എഴുതി തീർന്നില്ലേ? കഴിഞ്ഞില്ല? എന്താ? അങ്ങനെയല്ല. അതായത് അയാള് മിസ്സായ കോളുകളാണ് പറയുന്നത്. അതുകൊണ്ട് അയാളുടെ ഫോർഫീറ്റ് ചെയ്തു. മൂന്നാമത്തെ തന്നിക്കണ്. മൂന്നാമത്തെ തന്നിക്കണ് എന്നാണ് ക്വസ്റ്റ്യനിലും ഉത്തരത്തിലും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിക്കണ എന്താ വെച്ചാൽ ഫസ്റ്റ് കോളും മീൻസ് അലോട്ട്മെന്റും ഫസ്റ്റ് കോളും അയാൾ മിസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോർഫീറ്റ് ചെയ്തു. പക്ഷെ അയാൾ ആ പെൻഡിങ്ങിലുള്ള മറ്റേ കോള് തന്നിട്ടുണ്ട്. മറ്റേ ആളെ മിസ്സാക്കിയത് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ മണിയുടെ ഫസ്റ്റ് എൻട്രി എന്താ? റിസീവ് ചെയ്യുന്ന ഇതാണ്. റിസീവ് എത്രയാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. എത്രയാ കിട്ടിയത്? 170 × 3 കിട്ടിയില്ലേ? സോ 5,10,000 രൂപ നമ്മൾ അതിന് റിസീവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ എൻട്രി എന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് തിരിച്ചു കൊടുക്കണം. സോ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു
ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 30,000 രൂപ അല്ലേ? ഞാൻ മൂന്നാമത്തെ എൻട്രി എന്താ? എക്സസ് എമൗണ്ട് നമ്മള് അലോട്ട്മെന്റിലേക്ക് മാറ്റണം. നൗ ആപ്ലിക്കേഷന് ശരിക്കും ആവശ്യമുള്ള എമൗണ്ട് എത്രയാണുള്ളത്? ആപ്ലിക്കേഷന് 3x80,000 അല്ലേ ശരിക്കും ആപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ, 240. ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? ബാക്കി എത്ര എമൗണ്ട്? 510 നമ്മൾ കളക്ട് ചെയ്തു, അതിന് 30 പോയി, അപ്പൊ 480. 510 30,000 പോയാൽ 480. ആ 480 240 അപ്ലിക്കേഷന് വേണം. ബാക്കി 240 നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? അലോട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എൻട്രി എന്താ? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,40,000. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ 2,40,000. ക്ലിയർ? സോ ഇതാണ് ആപ്ലിക്കേഷന്റെ ജേർണൽ എൻട്രീസ് വരിക. ഇതേപോലെ അലോട്ട്മെന്റിന്റെ ഒന്ന് നോക്കൂ. അലോട്ട്മെന്റിലാണ് പ്രീമിയം വരുന്നത് കേട്ടോ, നോക്കിയിട്ടുണ്ടോ? പ്രീമിയം വരുന്നത് അലോട്ട്മെന്റിലാണ്. നോക്ക്, ഇല്ലല്ലോ. ഇവിടെ 4.5. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു, പക്ഷെ ഇവിടെ 2.5 ഉറുപ്പ്യ പ്രീമിയം ഉണ്ട്. 4.5 ഇൻറ്റു 80,000 വേണ്ടതേ. ദേ റെസിപ്റ്റ് എൻട്രി കിട്ടോ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓക്കെ. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. എത്ര? 3.40 വരുന്നു. 4.5 ഇൻറ്റു 80,000
360. അതില് 2 × 80,000 ഷെയർ ക്യാപിറ്റലിലേക്കും 2.5 × 80,000 അത്ര 2 ലക്ഷം. 2 ലക്ഷം വന്നിട്ട് സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കും. അതാണ് ഡ്യൂ എൻട്രി. പിന്നെ റെസീപ്റ്റ് എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ് 1.20 വരും. 1.17 അല്ലേ വരും? ഇയാളുടെ അരിയർ അല്ലേ? അരിയർ വന്നിട്ട് ആ എത്ര കിട്ടി? 4,000 ആ ബാങ്കിലേക്ക് എത്ര വരുന്നത്? 2 × 2000 ആ അതായത് നമുക്ക് അലോട്ട്മെന്റിലേക്ക് വേണ്ട ഫണ്ട് എങ്ങനെയാ? അലോട്ട്മെന്റിലേക്ക് വേണ്ട ഫണ്ട് 2 × 80,000 2.5 × 80,000 ആണ് അല്ലേ? സോ ഇതെത്രയാ? 1.60 4.5 × 80,000 അല്ലേ നമുക്ക് വേണ്ടത് അലോട്ട്മെന്റിലേക്ക്. 1.60 ഇവിടെ 2 ലക്ഷമാണ്. ഈ ഫണ്ടിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ മണിന്ന് ട്രാൻസ്ഫർ ചെയ്തത് എത്രയാ? 2.40 ആണ്. ഈ 2.40 ആദ്യം യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ഷെയർ ക്യാപിറ്റലിലേക്കാണ്. ഓക്കെ, ഇവിടെ. അപ്പൊ ഷെയർ ക്യാപിറ്റലിലേക്ക് ആദ്യം യൂട്ടിലൈസേഷൻ നടക്കുമ്പോ ഇവിടെ ഇനി ഷെയർ ക്യാപിറ്റൽ വാങ്ങാണ്ടോ? ഷെയർ ക്യാപിറ്റൽ വാങ്ങാണ്ടോ? ഇനി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. അവിടുന്ന് കൊണ്ടുവരുന്ന ആദ്യത്തെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ഷെയർ ക്യാപിറ്റലിലേക്കാണ്. അപ്പൊ ഷെയർ ക്യാപിറ്റലിൽ ഇനി ബാലൻസ് വാങ്ങാനില്ല അലോട്ട്മെന്റിൽ. പിന്നെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങോട്ടാ? സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കാണ്. സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് അലോട്ട് ചെയ്യുന്നത് എത്രയാ അപ്പൊ ബാക്കി ഉണ്ടാവുക? 80,000 അല്ലെ? സോ ബാക്കി ഇനി എത്ര വാങ്ങാൻ? 1.20 ആണ്. ക്ലിയർ ആണോ? 1.20 ആണ്. ഇനി സൂക്ഷിച്ചു നോക്കുക. ഷെയർ ക്യാപിറ്റലിലേക്ക് ഉള്ള ഇയാളുടെ 2 റുപ്യ ഓൾറെഡി കിട്ടി, അപ്ലിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി ഇനി എത്രയാണ് തരാന്? 2.5. 2.5 × 2 എത്രയാ? 5,000. സോ ഇവിടെ അരിയർ വന്നിരിക്കുന്നത് എത്രയാ? 5,000 ആണ്. സോ 1,15,000 രൂപയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലെ റെസീപ്റ്റ്. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കളക്ട് ചെയ്തെടുക്കേണ്ടത് 1,15,000 ആണ്. ഇതെങ്ങനെ മനസ്സിലായോ? മനസ്സിലായോ? അപ്ലിക്കേഷൻ, അതെ. ബാക്കിയുള്ളത് പ്രീമിയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ആദ്യം ഷെയർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ പ്രീമിയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പ്രീമിയത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതിന് അരിയേഴ്സും മൈനസ് ചെയ്തു. ഓക്കെ, അപ്പൊ അരിയേഴ്സിനുള്ള എൻട്രി എന്താ?
calls in arrears account up to share allotment account എന്നുള്ളത് നമ്മള് ഇടണോ? കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ ഇടണ്ടേ? വീണ്ടും കളക്ട് ചെയ്യുമ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് കോൾസ് ഇൻ അരിയേഴ്സ് വരും. കോൾസ് ഇൻ അരിയേഴ്സ് വരുന്ന സമയത്ത് എന്താ? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് വരും. എന്തേ കളക്ട് ചെയ്ത് സെക്യൂരിറ്റി പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കും, എടുക്കൂല ഫോർ ഫീച്ചറിൽ. ഓക്കെ, സോ ഇവിടെ എന്താ? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് യെസ് ടു ഷെയർ അലോട്ട്മെന്റ്. എത്രയാ? 5000. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയർ എന്താ? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു അല്ലെ? അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കോളിലേക്ക് പോവും. എന്താ ഫസ്റ്റ് കോളിന്റെ എൻട്രികൾ എങ്ങനെ? ഫസ്റ്റ് കോളിൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് എത്രയാ? 2 × 80,000 160 അതിൽ അനിലും അരിയർ വെച്ചിട്ടുണ്ട്, സുനിലും അരിയർ വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് എൻട്രി വിൽ ബി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അത് എത്രയാ വരിക? 160 അല്ല, ബാങ്കിൽ നിന്ന് തുടങ്ങിയ എങ്ങനെയാണെങ്കിലും ഓക്കെ. അല്ല, അതെങ്ങനെയായാലും ഇതിപ്പോ ഇവിടെ ആണെങ്കിലും ഇത് ആദ്യം വന്നാലും ഒക്കെ കണക്കുണ്ട്. ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് 160 വരും. ഷെയർ അലോട്ട്മെന്റ് ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 160 വരും. എങ്ങനെയാ വരുന്നത്? ഒറിജിനൽ എമൗണ്ട് 2 × 80,000. അല്ലെങ്കിൽ ബാങ്കിന്റെ എൻട്രി ഇട്ടിട്ട് അത് ഇട്ടാലും മതി. ബാങ്കിൽ എത്ര റിസീവ് ചെയ്യണത്? 2 × 76,800 മാത്രമേ റിസീവ് ചെയ്യണുള്ളൂ. ടോട്ടൽ ഒറിജിനൽ എമൗണ്ട് അതെ 1,53,600 1,53,600 ബാങ്കിൽ വരിക. 2 × 76,800 അല്ലേ? ദെൻ കോൾസ് ഇൻ അരിയർ എങ്ങനെ വരിക? കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 2 × 3,200 6,400 വരും അല്ലേ? ഇവിടെ 2 × 2,000 വരും, ഇവിടെ 2 × 1,200 വരും. അങ്ങനെ 6,400 വരും. ദെൻ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 160. സോ എന്തൊക്കെയാ എൻട്രി വരുന്നത്? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റല് 160. എങ്ങനെയാ വന്നത്? 2 × 80,000. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോള് 76,800 × 2 അതായത് 1,53,600. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് 6,400. അങ്ങനെ 3 എൻട്രി അല്ലേ വരിക. ഇനി ഫൈനൽ കോൾ എഴുതി നോക്കൂ. ഫൈനൽ കോൾ എഴുതി നോക്കൂ. ഫൈനൽ കോളില് ഒക്കെ കഴിഞ്ഞിട്ടാ ഫോർഫീറ്റ് ചെയ്യണത്. അതായത് ആൻസർ അങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കണം. അതായത് ബാങ്കിൽ നിന്ന് ഇൻസ്റ്റാൾമെന്റ് കിട്ടണ പോലെ
അവര് ഒരു EMI പെൻഡിങ് ആവും, 2 EMI പെൻഡിങ് ആവും, പക്ഷെ മൂന്നാമത്തെ EMI ചിലപ്പോൾ അയാൾ നടക്കും. അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അയാള് ഫോർഫീറ്റ് ചെയ്യും. ഫോർഫീറ്റ് ചെയ്യണോ വേണ്ടത് കമ്പനി തീരുമാനിക്കും. അസംഷൻ എഴുതണം, ഞങ്ങൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ ഫൈനൽ കോളിൽ എങ്ങനെയാ വരിക? ഫൈനൽ കോളിന്റെ ഡ്യൂ എൻട്രി ഈസ് 3 into 80,000, 240. ഫൈനൽ കോളിന്റെ റെസിപ്റ്റ് എൻട്രി ഈസ് 3 into 76,800 plus 3 into 2,000 റെസിപ്റ്റ്. അതൊക്കെ എന്താ സാധനം? ജസീലോ? ഇനി ഫോർഫീച്ചറും റീഇഷ്യൂ. ഫോർഫീച്ചറും റീഇഷ്യൂ നിങ്ങൾ തന്നെത്താനൊന്ന് ചെയ്യാൻ നോക്കിക്കാണ്. സോ റീഇഷ്യൂവിന് 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സോ ബാങ്കിലുള്ള റെസിപ്റ്റ് 8 രൂപ വെച്ചിട്ടായിരിക്കും. 2,400 ഷെയറെ ഫോർഫീറ്റ് റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടെ മൊത്തത്തിൽ 3,200 ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 2,400 ഷെയറെ റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. മറ്റേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് തന്നെയാണ്, എനിക്ക് ചെയ്തത് മാറിയതാ കയറി. ക്ലാസ് ഒന്നും ഇരുന്ന് കാണേ, 2 ദിവസത്തല്ലേ മിസ്. അതിന്റെ ഇടയിൽ കുറെ സാധനം എടുത്തു. അരിയർ, അഡ്വാൻസ്, ഫോർഫീച്ചർ, റീഇഷ്യൂ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്, അഡ്വാൻസ്. ചാപ്റ്റർ കഴിഞ്ഞു.
എന്താടാ എന്ത് സെക്യൂരിറ്റി എത്രയാണോ വരുന്നത് 10 ഇത് റേഷ്യോ ഫോർ ഫീച്ചറാ കിട്ടിയ പൈസ ബാങ്ക് കിട്ടിയ പൈസ നീ കിട്ടാനുള്ളത് കാൽക്കുലേഷൻ കോൾസിനേറ്ററിന്റെ എൻട്രി ഓൾറെഡി ഇട്ടില്ലേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എൻട്രി വരില്ലേ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് അപ്ഡേറ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ഷെയർ ഫോർ ഫീച്ചർ കോൾസിനേരിയേഴ്സ് എത്ര വരുന്നത് അത് കിട്ടാനുള്ള ബാക്കി 5 ഫോർ ഫീച്ചർ എത്ര കിട്ടിയത് എന്നുള്ളതല്ലേ ആ കിട്ടാനുള്ളത് ഷെയർ ക്യാപിറ്റൽ എന്ന് കുറക്കണം രണ്ടാളെയും കൂടി ചേർത്തിട്ടോ ആ വേറെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്തിനൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നു എത്ര ഫോർ ഫീച്ചർ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണോ ഒപ്പത്തിനായിട്ട് എടുക്കണോ രണ്ടാളുടെയും സെപ്പറേറ്റ് ആണ് എടുക്കണത് അതോ ഒപ്പായിട്ട് എടുക്കണത് രണ്ടുപേരുടെ അരിയർ എത്ര വരുന്നത് അരിയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 6.5 രണ്ടും വരില്ലല്ലോ ഈ രണ്ടും ഈ 2.5 വരുള്ളൂ ആ രണ്ടിനുള്ളത് ഓൾറെഡി ഇവിടെ സെറ്റിൽ ചെയ്തില്ലേ അപ്ലിക്കേഷൻ മണിന്ന് എടുത്തിട്ട് അപ്ലിക്കേഷൻ മണി ഒരു ബൾക്ക് കിട്ടി അലോട്ട്മെന്റ് മണി അതിന് പോയി അഡീഷണലി ഉള്ള 2.5 ആണ് ആള് തരാനുള്ളത് അല്ല നമ്മള് ഇപ്പൊ ഈ സാധനം 2 രൂപ നമ്മൾ കളക്ട് ചെയ്തില്ല എന്ന് വെച്ചേ അതായത് നമുക്ക് കിട്ടിയില്ല 2.5 നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എൻട്രി കറക്റ്റാണ് ഇപ്പൊ ഇവിടെ 2 രൂപ നമുക്ക് കിട്ടിയിരിക്കണ് എങ്ങനെ കിട്ടിയത് അപ്ലിക്കേഷൻ മണിന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിക്കണു ഇവിടെ 2.5 മാത്രമേ ഇനി കിട്ടാനുള്ളൂ അല്ലെ ഈ 2.5യും ഈ 2.5 ഉള്ളൂ ഈ വ്യക്തി തരാനുള്ളത് 4.5 ആ 4.5 into 2.5 വരുള്ളൂ 9,000 അല്ലേ എവിടെ മാറിയത് അന്റെ ശരിയാ അങ്ങനെയല്ലേ വരിക
അതായത് ക്വസ്റ്റ്യനിൽ നോർമലി എങ്ങനെ തരിക, ഒന്നെങ്കിൽ അലോട്ട്മെന്റ് മണി മൊത്തം തന്നിട്ടില്ല എന്ന് പറയും. അപ്പൊ അങ്ങോട്ട് പറയണത് ശരിയാണ്, മൊത്തം 6,500 × 2,000 പോകും. പക്ഷെ ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്ത് നോക്ക്, ഇവിടുന്ന് അലോട്ട്മെന്റിൽ നിന്ന് നമ്മൾ അലോട്ട്മെന്റ് മണി വല്ലതും കളക്ട് ചെയ്യുന്നുണ്ടോ? അലോട്ട്മെന്റിന് പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടോ? മുൻ അപ്ലിക്കേഷനിൽ തന്നെ തന്നിക്കണല്ലോ. ഇനിയിപ്പോ നമ്മള് ഇനിയും അവരുടെ നിന്ന് അലോട്ട്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലേ? പ്രീമിയം മാത്രല്ലേ അവിടെ പെൻഡിങ് ആയിട്ട് ആ 2.5 അല്ലേ പെൻഡിങ് ഉള്ളൂ. അപ്പൊ ആ 2.5ഉം ഈ ഫസ്റ്റ് കോളിന്റെ 2 മാത്രല്ലേ അയാളുടെ അരിയർ. ആ അരിയർ അല്ലേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടുള്ളൂ. 4,000 × 2,000 9,000 അല്ലേ വരിക. അതായത് ഞാൻ അനിലിന്റെ മാത്രമാണ് പറയണത്. സുനിലിന്റെ വരുമ്പോ 5 × 1,200 വരും, 6,000. ജി ചെയ്ത കറക്റ്റാ? ടോട്ടൽ ഓക്കെ, പക്ഷെ എനക്ക് അതിന്റെ കൺസെപ്റ്റ് ഇട്ടിരിക്കണു. ടോട്ടല് 6,000, 15 വരും. മനസ്സിലായോ? അപ്ലിക്കേഷൻ പണി. ഇവിടെ അരിയർ വന്നതുകൊണ്ട് ഇത് മൊത്തം അരിയർ ആയി എന്നുള്ളതല്ലേ? അതല്ലേ ഈ ഉദ്ദേശിച്ചത്? ഞാൻ ഇവിടെ അരിയർ എഴുതിയപ്പോ ഈ 2 റുപ്യ ഓൾറെഡി അപ്ലിക്കേഷൻ മണിന്ന് അഡ്ജസ്റ്റ് ചെയ്യിക്കണം. നോക്ക്, ഞമ്മക്ക് 1,60 വേണ്ട. ആ 1,60 2,40 നമുക്ക് അപ്ലിക്കേഷനിൽ ഉണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് തന്ന 2,40 നമുക്ക് അപ്ലിക്കേഷനിൽ ഉണ്ട്. ആ അപ്ലിക്കേഷൻ എടുത്തിട്ടാണ് ഇവിടെ ഇട്ടിക്കണേ. അതിന്ന് 1,60 എടുത്ത് ഇവിടെ ഇട്ടത് ക്യാൻസൽ ചെയ്തു. അപ്ലിക്കേഷൻ മണിയെ മീൻസ് അലോട്ട്മെന്റ് മണിയെ ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട ഏതാ? സെക്യൂരിറ്റി പ്രീമിയം ആണ്. അതിലിരുന്നു അരിയർ വന്നിരുന്നു. ഫോർ ഫീച്ചർ ചെയ്തോ? ഫോർ ഫീച്ചർക്ക് എത്ര ഇട്ട്? ഫോർ ഫീച്ചർക്ക് അപ്പൊ എത്ര ഇടുക? ഇവിടെ 3 റുപ്യകള് തന്നു, 2 റുപ്യകള് തന്നു, ഈ 3 റുപ്യകള് തന്നു. 25. 3, 2, 3, 5ഉം 8 × 2 16 അല്ലേ വരിക. പിന്നെ സുനിലിന്റെ ഈ സുനില് തന്നിരിക്കണ എത്ര? ഈ 3 തന്നു, ഈ 4.5 തന്നു അല്ലെ? മൊത്തം 7.5 × 1,200 9,000. 9,000. 9,000 പ്ലസ് ഇതും കൂടിയും കൂട്ടിയാൽ 25 ചെയ്തില്ലേ? അതാണ് ഫോർ ഫീച്ചറിലേക്ക് വരിക. ഓക്കെ, ഇത് രണ്ടും ടോട്ടൽ ചെയ്തതാണ് ഷെയർ ക്യാപിറ്റലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്രയാ? 32,000. നിനക്ക് മനസ്സിലായോ? അതായതേ ഇങ്ങോട്ട് നോക്ക്. ഫോർ ഫീച്ചർ എന്താണ്? ഓൾറെഡി ഇവര് തന്ന പൈസയാണ് ഫോർ ഫീച്ചർ. അത് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കൂലല്ലോ, അത് നമ്മുടെ ഫോർ ഫീച്ചർ അല്ലേ. സോ അനിൽ എത്ര രൂപയൊക്കെ തന്നു? ഈ 2 റുപ്യ തന്നു, ഈ 3 റുപ്യ തന്നില്ലേ? ഈ 2 റുപ്യ തന്നില്ലേ? ഈ 3 റുപ്യ തന്നില്ലേ? സോ 3 + 2 + 3 8 റുപ്യയില്ലേ? ഈ 8 × 2,000 അല്ലേ അനിൽ തന്നത്? അത് 16,000 ആയോ? ഇനി സുനില് നോക്ക്, സുനിൽ ഈ 4.5 തന്നില്ലേ? ഈ 3 തന്നിട്ടില്ലേ? അപ്ലിക്കേഷൻ ഞാൻ ഇവിടെ എഴുതിയില്ല, എല്ലാരെയും 3 തന്നിക്കണ്. 170. അപ്പൊ 4 × 3 7.5 റുപ്യയില്ലേ? 7.5 × 1,200 9,000 റുപ്യാണ്. മൊത്തം 25,000 റുപ്യാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് എൻട്രി ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒറ്റ എൻട്രി ആയിട്ട് ഇടാം. ഇത് മനസ്സിലായോ? ഇങ്ങനെയാണ് ഫോർ ഫീച്ചറുകളുടെ എമൗണ്ട്. ഈ ഫോർ ഫീച്ചറും അരിയറും കൂടി കൂട്ടിയാൽ ഷെയർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടണം. ഇനി റീഇഷ്യൂ ഒന്ന് എഴുതി നോക്ക്. റീഇഷ്യൂ ഒന്ന് എഴുതി നോക്ക്. റീഇഷ്യൂവിന്റെ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ആൻഡ് ഷെയർ ക്യാപിറ്റൽ. ബാങ്കിൽ എത്ര റിസീപ്റ്റ്? ബാങ്കിൽ 8 × 2,400 വരും. ഫോർ ഫീച്ചറിൽ ഇപ്പൊ എത്ര ഉണ്ട് നമ്മളെടുത്ത്?
ആ മൊത്ത ഫോർ ഫീച്ചർ ഇടാൻ പറ്റുമോ? തിങ്ക് ട്വൈസ്. മൊത്ത ഫോർ ഫീച്ചർ ഇടാൻ പറ്റുമോ? ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ഉണ്ട്. ഇത് മുകളിലോട്ട് വരിക. ബാങ്ക് അക്കൗണ്ട് ഷെയർ ഫോർ ഫീച്ചർ ടു ഷെയർ ക്യാപിറ്റൽ വരും. യെസ്. ഇത് കുറച്ച് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. മനസ്സിലായില്ല? പറ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫോർ ഫീച്ചർ എത്രയാ? 4800. മൊത്തം 24,000. ഓക്കെ. ഈ 4800 എങ്ങനെ ഡിറൈവ് ചെയ്ത്? അതിനെ അതെത്ര എങ്ങനെ എടുത്തത് എങ്ങനെ മനസ്സിലായി നോക്കിയാൽ? 16,000 9,000 2000 ശേഷത്തേന് 16,000 കിട്ടിയിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് എടുത്തു? അതെങ്ങനെ വേണ്ടത്? അതില് 16 ഡിവൈഡ് ബൈ 3022 അതിൽ എടുത്തു. ബാക്കി വരുന്നത് രണ്ടാമത് കുറച്ച് ആളുകൾ. ഓക്കെ, എനിക്കറിയില്ല ശരിയാവാം, പക്ഷെ നമ്മൾ എങ്ങനെ നോക്കേണ്ടത്? അതായത് അനിലിന്റെ 2000 ഷെയറും ഫോർഫീറ്റ് ചെയ്തത് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ അനിലിന്റെ ഫോർഫീറ്റഡ് എമൗണ്ട് എത്രയാണ്? അനിലിന്റെ ഫോർഫീറ്റഡ് എമൗണ്ട് എത്രയാണ്? 9. അല്ലടാ, അനിലിന്റെ ഫോർഫീറ്റഡ് എത്രയാ? 3 റുപ്യയും ഈ 2 റുപ്യയും ഈ 3 റുപ്യാണ്. അപ്പൊ മൊത്തം 8 റുപ്യാണ്. 8 × 2000 അനിലിന്റെ എടുക്കും അല്ലേ? 8 × 2000 ആണല്ലോ എന്ത് അനിലിന്റെ ഫോർഫീച്ചർ അല്ലേ? ഇനി അതിന്റെ പ്രപ്പോർഷൻ ആണ് എടുക്കേണ്ടത് അല്ലേ? ഈ എങ്ങനെ ചെയ്തത്? ഈ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കാൽക്കുലേറ്റർ ആരെടുത്തില്ല. ഓക്കെ, സോ ഇത് ചെയ്യല് സിമ്പിൾ ആണ്. അതായത് നമുക്കേ നിങ്ങൾ അധികം തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാങ്ക്, ഫോർ ഫീച്ചർ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ. എന്തായാലും ഷെയർ ക്യാപിറ്റലിക്ക് അതിന്റെ ഒറിജിനൽ എമൗണ്ട് പോണല്ലോ. ഓക്കെ, 2400 ഷെയർ ഇൻറ്റു 10 പോണല്ലോ. സോ ഇവിടെ 24,000 ആവില്ലേ? ഇവിടെ ബാങ്ക് എത്ര കിട്ടിയിരിക്കണ്? 19,200. ബാലൻസ് എവിടുന്ന് എടുക്കുക? 4,800 നമ്മള് എവിടുന്ന് എടുക്കും? ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. കൂടുതൽ. അതെ അതെ, ക്ലിയർ ആണോ? എന്ത് എന്ത് ആടാ? ബാക്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അല്ലല്ല, റീഇഷ്യൂ ഷെയർ ഫോർ ഫീച്ചർ തന്നെ വരിക. ഞങ്ങൾക്ക് തന്ന എൻട്രി അല്ലേ? ഫോർ ഫീച്ചർ എടുക്ക് ഇല്ലേ?
അതെ, ഇത് ഒരു മെത്തേഡാണടാ. എന്താ അതായത് നമ്മള് ഇത് എന്ന് പറയുന്നത് ഏതോ മെത്തേഡ്, രണ്ട് മെത്തേഡിൽ നമുക്ക് ഫോർ ഫീച്ചർ ചെയ്യാം. നമ്മൾ ചെയ്ത ഫോർ ഫീച്ചർ ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ ഫോർ ഫീച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ ഫോർ ഫീച്ചർ കോൾ സിനാരിയോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ എത്ര കിട്ടുക? 19,200 കിട്ടും. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് ഫോർ ഫീച്ചർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് ഇടും. അത്രേ ഉള്ളൂ. ഞാൻ രണ്ടാമത്തെ ഇതും കൂടി നോക്കിക്കോ. അതായത് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാണിത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസീവ് ചെയ്ത എമൗണ്ട് എഴുതും. എന്നിട്ട് ഷെയർ ഫോർ ഫീച്ചറിൽ നിന്ന് ഈ എടുക്കുന്ന പൈസ ക്യാപിറ്റൽ റിസർവിലേക്ക് ഇടും. ഓക്കെ, ഇതാണ് ആക്ച്വൽ മെത്തേഡ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ റിസർവ് നമ്മൾ കുറച്ച് പരിപാടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ കോമ്പൗണ്ടിങ് എൻട്രി ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പറ. ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. കാരണം ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേറെ പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് സെക്ഷൻ 58 പറയണത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ രീതിയിൽ, അതായത് എന്റെ മെത്തേഡിൽ ചെയ്യുമ്പോ അതെ, അതായത് ഒരു മിനിറ്റ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് മെത്തേഡാ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഫസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഫസ്റ്റ് മെത്തേഡിൽ നമ്മളിട്ട എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെ 19,200 വന്നു, ഇവിടെ 4,800 വന്നു, ഇവിടെ 24,000 വന്നു. ഓക്കെ, സോ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇതിൽ ബാലൻസ് എത്ര വരിക? നമ്മൾ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ 25,000 റുപ്യയിൽ ഉണ്ടായിരുന്നു. 4,800 കുറച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവുക? 20,200 നമ്മള് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്ത മെത്തേഡ് എന്താ? അതായത് ഈ ചെയ്ത സംഭവം എന്താ? ആദ്യം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ചെയ്തു. ഓക്കെ, ഇതെത്രയായിരുന്നു? 19,200 19,200 ഓക്കെ, നൗ ഇവിടെ ചെയ്തപ്പോ നമ്മളുടെ ലാസ്റ്റ് ബാലൻസ് എന്താവണം? 25,000 ഇട്ടില്ലേ? അതിന്റെ എൻട്രി എന്തായിരുന്നു? ഓക്കെ, ഇവിടെ നോക്കുക. നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ് ഉണ്ടോ? ഫസ്റ്റ് മെത്തേഡിൽ നമ്മളുടെ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടില് നമ്മൾ ആദ്യം ഇട്ട എൻട്രി ഇട്ടപ്പോ 25,000 റുപ്യയിലെ ബാലൻസ് വന്നിരുന്നു. ഈ ഫോർ ഫീച്ചർ അക്കൗണ്ടിനെ നമുക്ക് 20,200 എത്തിക്കണം. അതായിരുന്നല്ലോ നമ്മളുടെ മോട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? 20,200 ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ 4,800 ആക്കി. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ? ഇവിടെ ഓൾറെഡി നമ്മുടെ അടുത്ത് കിടക്കുന്ന എന്താ? 25,000 തന്നെയല്ലേ? ഓക്കെ, ഇവിടെ അതിനെ ഇതാക്കാൻ വേണ്ടി ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് 20,200 കളഞ്ഞാലേ എങ്ങോട്ട് എത്തുള്ളൂ? 4,800 എത്തുള്ളൂ. സോ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എത്രയാണ്? ഇനി ചുരുക്കം നോക്കുക നിങ്ങള്.
ഈ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിനെ മുകളിലേക്ക് ഇട്ടിട്ട് എന്തിനാണ് ചെയ്തത്? ആഫ്റ്റർ ഓൾ എന്ത് എഫക്റ്റ് ആണ് വരിക? 4800 പോയിട്ട് 4800 അവിടുന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തേൽ നമ്മൾ ആദ്യം ചെയ്യാത്തത് കൊണ്ട് അതിന്റെ ബാലൻസ് അതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണു, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ 4800 അഡ്ജസ്റ്റ് ആയപ്പോ 20200 ആയി. മനസ്സിലായോ? അത് ക്യാപിറ്റൽ റിസർവ് മാറ്റുക. രണ്ടാമത്തെ മെത്തേഡിൽ എന്താ? ഡയറക്ട്ലി നമ്മൾ 20200 ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ എന്തൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്തത്? തുടക്കത്തിൽ വന്നപ്പോ നമ്മൾ എന്താ കവർ ചെയ്തത്? ഫസ്റ്റ് പാറിൽ എൻട്രികൾ നോക്കി, നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ നോക്കി, പ്രൊറാറ്റ അലോട്ട്മെന്റ് നോക്കി, റിജക്ഷൻ നോക്കി, റീഫണ്ട് ഓഫ് അപ്ലിക്കേഷൻ മണി നോക്കി, കോൾസ് ഇൻ അരിയർ നോക്കി, കോൾസ് ഇൻ അഡ്വാൻസ് നോക്കി, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് നോക്കി, ദെൻ ഫോർ ഫീച്ചർ നോക്കി, റീഇഷ്യൂ നോക്കി, പ്രൊറാറ്റയിൽ വരുന്ന കോൾസ് ഇൻ അഡ്വാൻസ് നോക്കി. അല്ലെ, ഇത്രയാണ് മൊത്തത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. പ്രീമിയം അതായത് പ്രീമിയം എടുക്കുമ്പോ എന്താണെന്നറിയോ? ഇതേ എൻട്രികളൊക്കെ വരും. ഇതിപ്പോ നമ്മള് ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. എവിടെയാണ് പ്രീമിയം മേടിക്കുന്നത് അവിടെ നമ്മൾ പ്രീമിയത്തിന്റെ എൻട്രി ഇടുക. ക്ലിയർ ആണോ? സോ എന്താ സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബോണസ്, ബൈബാക്ക്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇതെന്താ നല്ലതാ. സോ നെക്സ്റ്റ് ബൈബാക്ക്. ചെറുതായിട്ട് പുതിയതാ അല്ലെ? വേണ്ട, ഒരു ചോദ്യം കൂടി ചെയ്യാം അല്ലെ? നിങ്ങക്ക് ഇതായിട്ടില്ലല്ലോ. മിഥിലാജിന്റെ ഒക്കെ തല പകഞ്ഞു പോണു. ഒന്നുകൂടി ചെയ്യാ. റിഡംഷൻ. ഈസോപ്പ്, ബൈബാക്ക്, ഓക്കെ എഴുതിക്കോ. ഓക്കെ. ബി കമ്പനി ഇഷ്യൂഡ് പ്രോസ്പെക്ടസ് ഫോർ 2 lakh shares of 10 each. B Limited issued prospectus for 2 lakh shares of 10 each. 2 lakh shares of 10 each. Payable as 1 rupee on application. 1 rupee on application. 3 rupee on allotment. 3 rupee on allotment, including 2 rupee premium. 4 rupee on first call, 4 rupee on first call and 4 rupee on second call. 4 rupee on first call and 4 rupee on second call. $3,17,000 shares were subscribed. Okay. അടുത്തത് പ്രൊറാറ്റ. അലോട്ട്മെന്റ് ഇൻ പ്രൊറാറ്റ ഈസ് ആസ് ഫോളോസ്.
allotment in full. First allotment in full. Allotment in full. Okay, hyphen ഇടുക. Two applicants were paid. Two applicants were paid in full allotment. In full allotment. In full allotment. In respect of 4,000 shares each. In respect of 4,000 shares each. എന്നിട്ട് ഹൈഫൺ ഇടുക 38,000 ഷെയർസ് were allotted. ഹൈഫൺ ഇടുക 38,000 ഷെയർസ് were allotted. 2 allotment of 2/3 of shares applied for. Allotment of 2/3 of shares applied for. Hyphen ഇടുക 1,60,000. 160. Allotment of 1/4 of shares. 1/4 of the shares applied for 2,000. Allotment of 1/4 of shares applied for 2,000. Okay. Next, cash amounting to rupees 31,000. 2,000. Cash amounting to rupees 31,000 returned to the applicants. Cash amounting to rupees 31,000 returned to the applicants. Hundred shares didn't pay the final call. 100 shares didn't pay the final call. These shares were reissued for rupees 9. These shares were reissued for rupees 9. Okay. Company paid the interest due. Company paid the interest due for calls in advance. Company paid the interest due for calls in advance. For 6 months. For 6 months. Show necessary journal entries. Show necessary journal entries. ഓക്കെ, ഹോംവർക്ക് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നല്ല ടൈം എടുത്ത് ചിന്തിച്ച് ചെയ്യും. ഓക്കെ, അതിൽ പ്രൊറാറ്റ ചെയ്യാൻ തന്നെ നല്ല പാടാണ്.